ജനകീയ പ്രചരണമാണ് സംഘടിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ലഹരിയെ തുരത്താം, ജീവിതം തിരുത്താം എന്ന പ്രമേയമാണ് ഈ കാലയളവിൽ ജനകീയ പ്രചരണത്തിൻ്റെ ഭാഗമായി SKSF മുന്നോട്ട് വെക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ തരങ്ങളിലുള്ളവർക്കിടയിൽ വ്യാപകമായി പ്രചരണം എത്തുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജനകീയ പ്രചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മാർച്ച് 22 താമരശ്ശേരിയിൽ നടക്കും. ലഹരിക്കെതിരെ ജനകീയ ജാഗ്രതാ സമിതികൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ സംഘടന മുൻകൈയെടുത്ത് ജനപ്രതിനിധികളെയും പൗരപ്രമുഖരെയും മറ്റും ഉൾപ്പെടുത്തി സമിതികൾ രൂപീകരണ, പാനൽ ടോക്ക്, ലഘുലേഖ വിതരണം, ഡോക്യുമെൻ്ററി പ്രദർശനം, ജനജാഗ്രതാ സദസ്സ് തുടങ്ങിയവ നടക്കും. ലഹരിമുക്ത സമൂഹത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി സംഘടന ആവിഷ്കരിച്ച പദ്ധതികളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സമർപ്പിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ പദ്ധതികളാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി SKSF മുന്നോട്ട് വെക്കുന്നത്. അതിലെല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സംഗമത്തിൻ്റെ ഇഫ്താർ സംഗമത്തിൻ്റെയും അതുപോലെ തന്നെ ലഹരിക്കെതിരെ SKSF നടത്തുന്ന ജനകീയ പ്രചരണ പ്രവർത്തനത്തിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഘടന നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ പ്രഖ്യാപനമാണ് അഭിനന്ദനായ തങ്ങൾ ഇവിടെ നിർവഹിച്ചത്. ലഹരിയെ തുരത്താം, ജീവിതം തിരുത്താം എന്ന ശീർഷകത്തിലാണ് ജനകീയ പ്രചാരണത്തിന് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യത്യസ്ത സമയത്ത് മാത്രമല്ല, അല്ലെങ്കിൽ നിർണിത സമയമല്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ നാടിനെ ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി കൂടി ആവിഷ്കരിച്ചുകൊണ്ടാണ് ഒരു കാഡറ്റ് എന്ന തരത്തിലേക്ക് സംഘടന ചിന്തിക്കുന്നത്. ജനകീയ പ്രതിരോധ സമിതികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇതിനാലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചത്. മാർച്ച് 22 താമരശ്ശേരിയിൽ വെച്ചിട്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ മീഡിയകളുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞ ഏതാനും 2 ആഴ്ച മുമ്പ്, കഴിഞ്ഞ 27-ാം തീയതി കോഴിക്കോട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ മൗലികാവകാശ ബഹുജന റാലി സംഘടിപ്പിച്ചിരുന്നു. വഖഫ് നിയമ ഭേദഗതി നീക്കം ഉപേക്ഷിക്കുക, ഏക സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കും, ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കരുത്, ഈ 3 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘടന അങ്ങനെ ഒരു റാലി സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സംഘടനയുടെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അടുത്ത 20-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിൽ ധർണ സംഘടിപ്പിക്കാൻ SKSF സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേർന്നിട്ടുള്ള സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ ധർണ വിജയിപ്പിക്കുന്നതിലും അതിന് ആവശ്യമായിട്ടുള്ള പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാർച്ച് ഈ മാസം 20. സമയം നിർണയിച്ചല്ല, ഒരു ദീർഘകാല പ്രൊജക്റ്റ് എന്ന നിലയ്ക്ക് തന്നെ ഇത് സംഘടനയുടെ പോളിസിയായിട്ട് സ്വീകരിച്ചാൽ
മഹല്ലുകളിൽ അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ എല്ലാ ഇടങ്ങളിലും കലാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഹല്ല് കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികൾ അതത് മഹല്ലുകളിലെ അതത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മഹല്ല് മദ്രസ സ്ഥാപന മേധാവികൾ, സ്കൂൾ PTA-കളുടെയൊക്കെ അംഗങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ജാഗ്രതാ സമിതികളാണ് ഉദ്ദേശിക്കുന്നത്. അഡിക്ഷൻ സെൻ്ററുകൾ നിലവിലുള്ള ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ തന്നെ സംഘടനാ സംവിധാനത്തിനകത്തുള്ള ഇബാദ് എന്ന് പറയുന്ന സംഘം, അതുപോലെ തന്നെ ട്രെൻഡ് ഉൾപ്പെടെയുള്ള സമിതികളുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇതിൻ്റെ മുക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തും. അത്തരം സാഹചര്യങ്ങളിൽ ഇവരെ കണ്ടെത്തുന്ന ആളുകളെ കൗൺസിലിംഗ് ചെയ്ത് ആവശ്യമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നൽകും. ആ ട്രീറ്റ്മെൻറ്റ് അത്തരം സെൻ്ററുകളെ ഉപയോഗപ്പെടുത്തിയായിരിക്കും ചെയ്യും. അതോടൊപ്പം ഇതിനകത്ത് നമ്മളൊരു സഹവാസ ക്യാമ്പ് തന്നെ സ്പെഷ്യലായിട്ട് സംവിധാനിക്കുന്നുണ്ട്. അഡിക്റ്റായ ആളുകളെ ഒരു 3 ദിവസമൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് അവരെ മാറ്റിയെടുക്കാവുന്ന വിധം, അത് കഴിഞ്ഞ് ആവശ്യമെങ്കിൽ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് പൂർണ്ണമായും നമ്മുടെ കൂടെ സംഘടനയുടെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു മാറ്റത്തിന് വിധേയമാക്കാവുന്ന വിധമുള്ള സംവിധാനം ആലോചിക്കുന്നു. വൈകിട്ട് 4 മണിക്ക്. ഷാബാസ് മാത്രമല്ല, താമരശ്ശേരി മറ്റു പല കേസുകളും ഉണ്ടായിട്ടുണ്ടല്ലോ. നേരത്തെ ഷാബാസിൻ്റെ മുമ്പേ അവിടെ വിഷയങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊരു ഉമ്മയെ മകൻ അറുത്തു വന്ന സ്ഥലമാണ്. അങ്ങനെ സമാനമായ കുറേ സാഹചര്യങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവൻ്റെ ഷാബാസ് ഉൾപ്പെടെയുള്ള ഷാബാസിൻ്റെ സഹപാഠികളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ നിന്നൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. രക്ഷിതാക്കളെയും കുട്ടികളെയും ഒരുമിച്ചിരുത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് തല ഉദ്ഘാടനമാണ് ഉദ്ദേശിക്കുന്നത്. SKSF അങ്ങനെയല്ല. നേരത്തെ ഈ വിഷയത്തിൽ SKSFിൻ്റെ വിങ്ങുകൾ, പ്രത്യേകിച്ച് വിക്കായക്ക് അവരുടെ ഡ്യൂട്ടിയിൽ തന്നെ ഉൾപ്പെട്ടതാണ് ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ട്രെൻഡ് വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇതിൻ്റെ മോട്ടിവേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇബാദ് എന്ന് പറയുന്ന നമ്മളുടെ കൂട്ടത്തിലെ തന്നെ സ്പിരിച്വലായിട്ടുള്ള സംഗതികൾ നിർവഹിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവർക്കും ആ ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ. മാത്രമല്ല സംഘടന നേരിട്ട് ഡി അഡിക്ഷൻ സെൻറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, നേരത്തെ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടെ സജീവമായിട്ട് എല്ലാ ജില്ലകളിലും നിലവിലുള്ളത് കണ്ടെത്തിയും ഉപയോഗപ്പെടുത്തിയും ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് പുതിയ ക്യാമ്പയിൻ കാലയളവിൽ നിർവഹിക്കുന്നത്. ഇതൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സംഘടന പോളിസിയായിട്ട് തന്നെ സ്വീകരിച്ചതാണ്. ഒരു താൽക്കാലിക സംവിധാനം എന്നതിന് അപ്പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ക്യാമ്പയിനായിട്ട് വരാതിരിക്കാൻ കാരണം. ഓക്കെ, എന്നാൽ ഈ ചടങ്ങിനൊന്ന് ആശംസിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൈത്രി ഭാഷ സമസ്ത മാനേജർ മൈത്രി ഭാഷ നോമ്പ് തുറക്കാൻ ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഏതായാലും വളരെ സന്തോഷം. ബഹുമാന്യനായ SKSFിൻ്റെ അധ്യക്ഷൻ, SKSF എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്കറിയാം സമസ്തകള ജമിയത്തുൽ ഉലമ കേരളീയ മുസ്ലിം സമുദായത്തിൻ്റെ ആധികാരിക പണ്ഡിത സഭയാണ്. അതിൻ്റെ 14 ഉപസംഘടനകളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് SKSF.
കാലിക വിഷയത്തിൽ ഏറ്റവും പ്രഗത്ഭമായ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് SKS ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ബഹുമാനിയായ പ്രസിഡന്റ് അതിവിടെ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദമായി ഇവിടെ പറഞ്ഞു. ഒരു ഹാസ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് സമൂഹം ഉണരുന്നത്. അപ്പോൾ ഈ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകും മാത്രം പോരാ എന്നുള്ളതാണ് നിങ്ങളും നമ്മളെ ഒന്നിച്ച് ചിന്തിക്കുന്നത്. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓരോ സന്ദർഭത്തിലുണ്ടാകുന്ന ആ ഒരു ഇൽമ്, ആ ഒരു സന്ദർഭത്തെ പ്രത്യേകമായി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് അതിനൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് സമകാലിക വിഷയങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തി അതിൻ്റെ ഒരു സാഹചര്യം കുറെ കൂടി മുമ്പിലുള്ളത് കൊണ്ടാണ് സ്പെഷ്യലായി തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് SKS സമൂഹത്തിന് മുമ്പിൽ വളരെ ശ്രദ്ധാപൂർവ്വം വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇറങ്ങിത്തിരിക്കുന്ന ഇൻഷാ അല്ലാഹ് അതിവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മുടെ സമൂഹത്തിന് മൊത്തം പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടായി. നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സർക്കാരിന് ഇതിൽ വലിയ റോളുണ്ട്. സർക്കാരിന് ബഹുമാനിയായ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും SKS ക്യാമ്പയിൻ കാലയളവിൽ പ്രത്യേകമായി നിവേദനം സമർപ്പിക്കുന്നുണ്ട്. ഈ ലഹരി വിപത്തിനെതിരെ ശക്തമായി കൊള്ളേണ്ടത് ഭരണകൂടങ്ങളാണ്. അതുകൂടി SKS ഭരണകൂടങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അവരുടെ റോള് കൃത്യമായി നിർവഹിക്കാൻ മുമ്പോട്ട് വരണം എന്നുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചുകൊണ്ട് ചില ഇടപെടലുകളൊക്കെ ആ രംഗത്ത് നടത്തുന്നത്. ഏതായിരുന്നാലും ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നമുക്ക് ഒന്നിച്ച് ആശംസിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സംഘടനയുടെ സീനിയർ ലീഡർ കൂടിയായ സത്താർ സാഹിബ്. അസ്സലാമു അലൈക്കും. ബഹുമാനരായ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, മറ്റു വിശിഷ്ട അതിഥികളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, നമ്മുടെ നാട് വളരെ ഭീതിതമായ ഒരന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മത ജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വരും തലമുറയെ തന്നെ ബാധിക്കുന്ന ഇത്തരം വലിയ ഭീഷണികളെ ചെറുത്തു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നീക്കങ്ങളാണ് നടത്തേണ്ടത്. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ഈ അപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി സംഘടന ഡി അഡിക്ഷൻ സെന്റർ തന്നെ ആരംഭിച്ച് ഒട്ടേറെ ആളുകളെ, ചെറുപ്പക്കാരെ ലഹരി മുക്തിയിലേക്ക് നയിക്കാൻ സാധിച്ചൊരു സംഘടനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടന നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അത് ഫലപ്രദമായി നടപ്പാക്കാനും വിജയിപ്പിക്കാനും സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസമുണ്ട്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന ഒരു സ്വാഭാവികമായിട്ടൊരു കാര്യം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ജാഗ്രതാ സമിതികളൊക്കെ പ്രവർത്തനം ആരംഭിക്കും. വളരെ ആവേശപൂർവ്വം എല്ലാവരും രംഗത്ത് വരും. പക്ഷേ ലഹരി മാഫിയ വലിയൊരു സ്വാധീന ശക്തിയാണ്. അവർക്ക് പോലീസിലും ഉദ്യോഗ മേധാവികൾക്കിടയിലും രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും ജനപ്രതിനിധികൾക്കിടയിലും ഒക്കെ വലിയ സ്വാധീനമാണ്. പാവപ്പെട്ട മനുഷ്യരാണ്, പാവപ്പെട്ട വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാണ് ഇതിനടിമകളായിട്ട് തീരുന്നത്. അപ്പം പലപ്പോഴും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ മെല്ലെ മെല്ലെ അവസാനിപ്പിക്കുകയും വീണ്ടും ഈ ലഹരി മാഫിയ ശക്തമായി മേൽക്കോയ്മ നേടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾക്കൊന്നും അസംബന്ധനാവാതെ പരമാവധി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പുതിയ തലമുറയെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമാക്കേണ്ടത്. നമ്മുടെ സ്കൂളുകളിൽ പോലും കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിലൊക്കെ 1.5 കിലോ MDMA പിടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിന്നിൽ അതിൻ്റെ പരിസരത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അവിടുത്തെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിച്ചുകൊണ്ടാണ് അതവിടെ എത്തിയത് എന്ന് ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ
ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ പ്രധാനപ്പെട്ട ലഹരി വിപണനത്തിൻ്റെ ഹബ്ബുകളായിട്ട് മാറുന്ന കാഴ്ചയാണ്. ഇതിന് നിയമപരമായിട്ട് ശക്തമായിട്ട് നേരിടാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല, വലിയ സാമ്പത്തിക സ്വാധീന ശക്തി ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് കൊണ്ട് പലരും ഇത്തരം ആളുകൾക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് വലിയൊരു ഭീഷണിയാണിത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള നീക്കമാണ് ഇതിനെതിരെ നടത്തേണ്ടത്. നമ്മളെപ്പോലുള്ള സംഘടനാ പ്രവർത്തകർക്ക് പുറമെ മാധ്യമപ്രവർത്തകരും മറ്റു പൗരപ്രമുഖരും പുതിയ തലമുറ സ്വബോധത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും, കാരണം മാതാപിതാക്കളെ തിരിച്ചറിയാത്ത, സ്വന്തം സഹോദരിയെ തിരിച്ചറിയാത്ത, അങ്ങനെ സ്ഥലകാല ബോധമില്ലാതെ മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന് അഡിക്റ്റായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ ക്യാമ്പയിനെ വിജയിപ്പിക്കാൻ സാധിക്കണം. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം. സംഘടനാ തലത്തിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലും കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഭാഗങ്ങളിലൊക്കെ ഇതിനെതിരായിട്ടുള്ള നീക്കങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന് ഈ ഒരു നല്ല സദസ്സിൽ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംരംഭവുമായിട്ട് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.